അപ്പൊ നമുക്ക് ഇന്നൊരു കവിതയിലൂടെ തുടങ്ങിയാലോ. മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദിക്കരയിൽ, നദിയുടെ പേരു ഞാൻ മറന്നുപോയി. നൈലോ യൂഫ്രട്ടീസോ യാങ്സിയോ യമുനയോ, നദികൾക്ക് എന്നേക്കാളും ഓർമ്മ കാണണം അവർ. കടലിൽ ചിറകുള്ള സഞ്ചാരപ്രിയർ, നിലത്തെഴുതാൻ പഠിച്ചവർ, പറയാൻ പഠിച്ചവർ. ഒന്നു മാത്രമുണ്ടോർമ്മ, പണ്ടേതോ ജലാദ്രമാം മണ്ണിന്റെ തിരുനാഭിച്ചുഴിയിൽ കിളുത്തു ഞാൻ. ഈ കവിത ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ വയലാർ രാമവർമ്മയുടെ വൃക്ഷം എന്ന കവിതയാണ്. അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കവിതയാണിത്. അപ്പൊ അതിവിടെ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ മാംഗോ മെഡോസും ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രകൃതിയിലുള്ള ജൈവ വൈവിധ്യങ്ങളെയും നമ്മുടെ മരങ്ങളെയും ചെടികളെയും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ അത് പുതുതലമുറയ്ക്കായിട്ട് കരുതി വെക്കുക. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളും പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ പഴയ തലമുറയിലെ ആളുകൾ ജീവിത തിരക്കിനിടയിൽ മറന്നുപോയതും പുതിയ തലമുറയിലെ ആളുകൾ കുട്ടികൾക്ക് അറിവില്ലാത്തതുമായ കുറേ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ മരവും ചെടിയും ഏതാണെന്നുള്ളത് ഒന്ന് കാണാം. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയാലോ. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന ഈ ഒരു മരമാണ് കേട്ടോ. പാത്തോഡിയ, തനീർ കൈമരം, സ്കാർലറ്റ് ബെൽ ട്രീ, ഫൗണ്ടൻ ട്രീ, ആഫ്രിക്കൻ തുലിപ് ട്രീ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു മരമാണ്. ഈ മരത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പൂക്കളിലാണ് പ്രാധാന്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പൂമരമാണ്. നല്ല 30 മീറ്ററിന് മേളിൽ ഉയരം വയ്ക്കുന്ന ഒരു വൃക്ഷമാണ്. പക്ഷേ ഇതിൻ്റെ പൂക്കളുടെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് ഈ മരം അറിയപ്പെടുന്നത്. പാത്തോഡിയ ക്യാപില്ലേറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ഒരു വൃക്ഷമുണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ ഇലപൊഴിയും വനങ്ങളിലും അതേപോലെ തന്നെ നാട്ടിൻ പ്രദേശങ്ങളിലും ഒക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലേക്ക് വന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. കാരണം ഇത് ഒരു ആഫ്രിക്കൻ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു വൃക്ഷമായിരുന്നു. അവിടുന്ന് ബ്രിട്ടീഷുകാരാണ് 19-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഭാരതത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവന്നത്. ഒരലങ്കാര സസ്യമായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. കാരണം ഇതിൻ്റെ പൂക്കൾ കാണാൻ അത്രയ്ക്ക് ഭംഗിയാണ്. ഇപ്പം നമ്മൾ മൂന്നാർ, ഇടുക്കി, മറയൂർ ഭാഗത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ജനുവരി തൊട്ട് മെയ് വരെയാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്ന സമയം. അപ്പോൾ ഈ സമയത്ത് അതിലും കൂടിയൊക്കെ യാത്ര ചെയ്യാൻ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. കാരണം വെച്ചാൽ ഒരു ഓറഞ്ചും റെഡും കൂടെ കലർന്ന പൂക്കളാണ്. അത് ഒരു ശിഖരത്തിൽ ഇങ്ങനെ ഒറ്റപ്പൂവല്ല, കൊലയായിട്ടാണ് പൂവ് ഉണ്ടാവുന്നത്. അതിങ്ങനെ ഒരു പൂക്കൾക്ക് ദളങ്ങളുണ്ടല്ലോ, അതിനൊരു കൊതുമ്പിൻ്റെ ഷേപ്പാണ് അതിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു കഴിവ് അതിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൂക്കളുടെ ദളങ്ങളുണ്ടല്ലോ, അതിൻ്റെ എതളുകൾ ഇങ്ങനെ കൊതുമ്പിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് പാത്തോഡിയ എന്ന പേര് വരാനുള്ള കാരണം. അതുപോലെ തന്നെ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മൊട്ടുണ്ടല്ലോ, ഈ പൂ വിരിയുന്നതിന് മുമ്പുള്ള മൊട്ട്, ആ മുട്ട ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അറിയാം അതൊരു സ്കൂട്ടർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സ്കൂട്ടർ മരം എന്നും വിളിക്കുന്നുണ്ട്. പിന്നെ അത് ആ മൊട്ട് നമ്മൾ പറിച്ചിട്ട് അത് ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അതിനെ ഫൗണ്ടൻ മരം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ പൂക്കളുടെ പ്രാധാന്യം കൊണ്ടാണ് ഈ മരം അറിയപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പൂക്കൾക്ക് അതിന് ചുറ്റുപാടും വരുന്ന കുഞ്ഞു പ്രാണികൾ അതേപോലെ കൊതുകുകളെയൊക്കെ അതിനുള്ളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ പൂക്കൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് ആകർഷിക്കപ്പെടുന്ന കൊതുകുകൾ അതിനകത്ത് തന്നെ കിടന്ന് ചത്തുപോകും. അപ്പോൾ അത് ചത്തുപോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ്. ആ പൂക്കൾക്കെല്ലാം നല്ല വീതിയുള്ള ദളങ്ങളാണുള്ളത്. അതിങ്ങനെ കുമ്പിൾ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ മഴ സമയങ്ങളിൽ ഇതിനകത്ത് വെള്ളം സ്റ്റോർ ആകും. വെള്ളം ഇതിനകത്ത് സംഭരിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ സംഭരിക്കുന്ന വെള്ളത്തിലേക്ക് കൊതുകുകൾ ആകർഷിക്കപ്പെടുകയും അതിനകത്ത് കൊതുകുകൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഈ പൂക്കൾ നശിക്കുന്നതോടൊപ്പം ആ ലാർവകൾ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർ നമ്മുടെ മൂന്നാർ ഭാഗങ്ങളിലും മലയോര പ്രദേശങ്ങളിൽ തോട്ടം തൊഴിലാളികളൊക്കെ ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആയിരുന്നു മൂന്നാർ, ഇടുക്കി, അങ്ങനെയുള്ള മലയോര മേഖലകളിലെല്ലാം. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു മരം വെച്ചതിന് കാരണം ഈ മലമ്പനിയുടെ കൊതുകുകളെയൊക്കെ തടയുന്നതിനും കൂടി വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കായ്കളുണ്ടല്ലോ, പാകമാകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു മഴക്കാല സമയത്തൊക്കെയാണ്. അപ്പോൾ ഈ കായ്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫലങ്ങൾക്കുള്ളിൽ 500ഓളം വിത്തുകൾ ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ വിത്തുകൾക്ക് ചിറകുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ അപ്പൂപ്പന്താടിയൊക്കെ പറക്കില്ലേ എന്ന് പറഞ്ഞ മാതിരി കാറ്റ് സമയത്ത് ഇത് പറന്ന് പല സ്ഥലങ്ങളിലും പോയിട്ട് ഇതിൻ്റെ പ്ലാന്റേഷൻസ് തനിയെ നടക്കും. അപ്പോൾ നമ്മൾ തന്നെ വല്ലാണ്ട് വെച്ച് പിടിപ്പിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് വളരുന്ന ഒരു വൃക്ഷമാണിത്. പെട്ടെന്ന് വളരും. പക്ഷെ നമ്മൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരങ്ങൾ വയ്ക്കുമ്പോൾ നമ്മൾ വീടിനോട് ചേർത്ത് വയ്ക്കാതിരിക്കുക. കാരണം നന്നായിട്ട് തടി വയ്ക്കുന്ന വൃക്ഷമാണ്. രണ്ടാമതിൻ്റെ വേര് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ തടിക്ക് ബലക്കുറവാണ്. നമ്മൾ ഏറ്റവും കുറഞ്ഞ ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു അത് എത്രത്തോളം യൂസ്ഫുൾ ആകുമെന്നറിയില്ല. എങ്കിലും ഈ തടികളുടെ കാറ്റോ അതേപോലെ മഴയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞു പോകും. അത്രയ്ക്ക് ബലക്കുറവാണ്
ശിഖരങ്ങൾക്കും തടിക്കും ഒക്കെ. 19-ാം നൂറ്റാണ്ടിലാണ് അന്ന് ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഈ മരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് നമ്മുടെ മൂന്നാർ, ഇടുക്കി മേഖലകളിലൊക്കെ, മലയോര മേഖലകളിലൊക്കെ ഈ തേയില ചെടികൾക്കിടയിൽ ആ പൂക്കളുടെ ഭംഗി കൊണ്ട് ഒരു അലങ്കാര ചെടിയായിട്ട് അവർ വെച്ചു പിടിപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ ഉണ്ടല്ലോ, ആ പൂക്കൾക്ക് നമ്മുടെ മലമ്പനി ഉണ്ടാക്കുന്ന കൊതുകുകളെ കൊല്ലാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ അവിടുത്തുകാർ ഇതിനെ മലേറിയ എന്ന് വിളിക്കുന്നുണ്ട് ഈ ഒരു മരത്തെ. നമ്മുടെ ഇന്ത്യക്ക് വെളിയിലൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെയൊക്കെ ചില വിശ്വാസപ്രകാരം ഈ മരത്തിൻ്റെ പൂക്കളുടെ തീക്ഷ്ണമായ ആ ഒരു ആകർഷണം കൊണ്ട്, തീക്ഷ്ണമായി ആകർഷിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ, അതേപോലെ തന്നെ ഇതിൻ്റെ പൂക്കളിൽ വെള്ളം തുളുമ്പുന്ന സൗന്ദര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇത് മാധുര്യത്തിൻ്റെ മരമായിട്ടൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ ഇത് രഹസ്യ ശക്തികളുടെ മരമായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള ജ്യോതിഷന്മാരൊക്കെ പറയുന്ന എല്ലാവരും നല്ല ചിലരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മരത്തിൻ്റെ പൂക്കളുടെ ആ ഓറഞ്ചും റെഡും കൂടെ കലർന്ന ആ ഒരു കളർ ഉള്ളത് കൊണ്ട് തന്നെ സൂര്യൻ്റെയും ചൊവ്വയുടെയും ഒരു സംഗ്രഹമായിട്ട് അതുമായിട്ടൊരു ബന്ധപ്പെടുത്തിയിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ അഗ്നിപർവ്വതം ഉണ്ടല്ലോ, അഗ്നിപർവ്വത ദേവതയെ പെലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഫയർ ട്രീ എന്നൊക്കെ പറയുന്നുണ്ട് ഇത്. പിന്നെ അതേപോലെ തന്നെ ഉണ്ടല്ലോ, ആഫ്രിക്കൻ തുലിപ് ട്രീ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കാരണം ഈ തുലിപ് പൂക്കൾ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽ വളരെ ഭംഗിയുള്ള പൂക്കളാണ്. അതുമായിട്ട് സാമ്യമുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ആഫ്രിക്കൻ തുലിപ് ട്രീ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന് കുറച്ച് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും കുറച്ച് ആയുർവേദ ഗുണങ്ങളൊക്കെ ഇതിന് പറയുന്നുണ്ട്. ഇതിൻ്റെ തൊലിക്കും പൂക്കൾക്കും ഇലകൾക്കും ഒക്കെ ആയിട്ട്. കന്നുകാലികൾക്കൊന്നും ഇതിൻ്റെ ഇലകൾ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കന്നുകാലികൾക്ക് ഇതിനകത്ത് വിഷാംശം ചെറിയ രീതിയിലുള്ളത് കൊണ്ട് തന്നെ അത് അവർക്ക് വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ കന്നുകാലികൾക്ക് ഇതിൻ്റെ ഇലകൾ കൊടുക്കാൻ പാടില്ല. നമ്മുടെ ഈ സ്കൂട്ടുമരം അല്ലെങ്കിൽ സ്പാത്തോഡിയ എന്ന് പറയുന്ന ഈ മരത്തിൻ്റെ പൂക്കൾ, അതേപോലെ തൊലി, ഇതിൻ്റെയൊക്കെ എക്സ്ട്രാക്റ്റുകളുണ്ടല്ലോ നമ്മുടെ ചർമ്മരോഗങ്ങൾ, ജഠര രോഗങ്ങൾ, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ വിവിധ പ്രാദേശിക മരുന്നുകളുടെ കൂട്ടുകളിലൊക്കെ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ്. അപ്പം അതുപോലെ തന്നെ ഈ ഉണ്ടാക്കുന്ന എക്സ്ട്രാക്റ്റിലുണ്ടല്ലോ മലേറിയ ചെറുക്കാനായിട്ട് വളരെ നല്ലതാണെന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട പ്രാധാന്യം ഉള്ള ഒരു വസ്തു എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ ആ ഒരു തീക്ഷ്ണമായ കളറും അതേപോലെ തന്നെ ചെറിയ പ്രാണികളെയൊക്കെ കൊല്ലാനുള്ള ഒരു കഴിവ്, കൊതുകുകളെയൊക്കെ കൊല്ലാനുള്ള ഒരു കഴിവും നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണിന്, ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ, വലിയ ആൾക്കാർക്ക് വരെ കണ്ണിന് ദൃശ്യ വിരുന്നൊരുക്കുന്ന, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് നമ്മൾ മൂന്നാർ, ഇടുക്കി, മറയൂർ ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ. കാരണം ഇതിൻ്റെ ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ റെഡ് ഓറഞ്ച് കളറിൽ നിൽക്കുന്നത് കാണാൻ തന്നെ നമ്മുടെ കണ്ണിന് നമുക്ക് എത്രത്തോളം ഒരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും ആ ഒരു കാഴ്ച. ഇപ്പം സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലും ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് വരുന്നുണ്ട്. നമ്മുടെ ഉദ്യാനങ്ങളിലും അതേപോലെ പാർക്കുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പം അതുപോലെ വഴിയോരങ്ങളിലും ഒക്കെ വെച്ച് വരുന്നുണ്ട്. കാരണം ഇതൊരു തണൽ വൃക്ഷം കൂടിയാണല്ലോ. ഇത്രയും ഹൈറ്റിൽ വന്നിട്ട് ഇലകൾ ഇങ്ങനെ പരന്നങ്ങ് കിടക്കുമ്പോഴത്തേക്കും നല്ല തണലായിരിക്കും യാത്രക്കാർക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.